ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ജാട്ട് എന്ന് പറഞ്ഞ തീം സോങ് വരാൻ പോവാണ് ഇന്ന് 12 പിന്നെ തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഡോൾബി പോസ്റ്റർ വന്നിട്ടുണ്ട്. മെയ് 2 ഈ പടം പുറത്തിറങ്ങുക. പിന്നെ ഈ പടത്തിന്റെ റിയൽ ഡി 3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ജി പ്രകാശ് ഒരു പുതിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സ്കോറിന്റെ പരിപാടികളൊക്കെ ആൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ടാണ്. പിന്നെ പടം തമിഴ്നാട്ടിൽ മാത്രം 9.21 കോടിയിലും കൂടുതൽ അഡ്വാൻസ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ റൺ ടൈമായി പറഞ്ഞു കേൾക്കുന്നത് 2 മണിക്കൂറും 18 മിനിറ്റാണ്. ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറും 15 മിനിറ്റും, സെക്കൻഡ് ഹാഫ് 1 മണിക്കൂറും 3 മിനിറ്റ് ആയിട്ടാണ് കേൾക്കുന്നത്. പിന്നെ അതിന് വരുമ്പോൾ ഒരു വിരളി കോപ്പിയും കൂടിയിട്ടുള്ളൊരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ എൽറ്റമ്പുര എന്ന് പറഞ്ഞിട്ടുള്ള 80 കോടി കേരളത്തിൽ നിന്ന് നേടി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 2ാം സ്ഥാനത്താണ് കിടക്കുന്നത്. ഏറ്റവും ടോപ്പിൽ 2018 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 89.40 കോടിയായിട്ട്. പിന്നെ തുടരുന്ന പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു പ്രൊമോ സോങ്ങിന്റെ ഷൂട്ട് അടക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പുതിയ 2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. മോഹൻലാലിന്റെയും ശോഭനയുടെയും തന്നെ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ റിലീസ് ഏപ്രിൽ 25 എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺഫേം ചെയ്തുകൊണ്ട് പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. എന്തായാലും അപ്പോൾ തുടരുന്ന പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 25 കൺഫേം ചെയ്തു. പിന്നെ പൃഥ്വിരാജിന്റെ നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം നിസാം ബഷീർ എടുക്കുന്ന പടമാണ്. ആ പടത്തിന്റെ ഷൂട്ട് നാളെ തുടങ്ങും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിസാം ബഷീർ റോഷാക്ക് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം എടുക്കുന്ന പടമാണ്. പൃഥ്വിരാജിനെ വെച്ചിട്ട് ഗംഭീരാവും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പടത്തിൽ മ്യൂസിക് ഹർഷവർദ്ധൻ രാമേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണെന്നുള്ളതാണ് കേൾക്കുന്നത്. സന്ദീപ് റെഡ്ഡിയാങ്കയുടെ പടങ്ങളിലൊക്കെ ആളാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇയാൾ ഭാവന റഹ്മാൻ അഭിനയിക്കുന്ന അനൗമി എന്ന് പറഞ്ഞ പടത്തിലും മ്യൂസിക് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അതുകൂടാതെ നോബഡിയിലും ഉണ്ടായിരിക്കും. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ജി പ്രകാശിന്റെ പടം ടിവിയിലും അതേമാതിരി OTTയിലും ഒരുമിച്ച് റിലീസ് ആകുമ്പോഴാണ് ഏപ്രിൽ 13 12 മണിക്ക് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് Z5 സി തമിഴിലൂടെ ആയിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വാഴ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിന് പൂജ നടക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടക്കും ആ ടൈം ആകുമ്പോൾ. ഇപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ അൽഫോൻസ് പുത്ര ഓൺബോർഡ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയാൻ വേണ്ടി വന്നാണ്. പിന്നെ അല്ലു അർജുന്റെ 22ാമത്തെ പടം വെച്ചാൽ അറ്റിലെടുക്കുന്ന പടം. ആ പടത്തിൽ നായികയായിട്ട് ഒന്ന് പ്രിയങ്ക ചോപ്ര ആയിരിക്കും, പിന്നെ ഒന്ന് സമന്ത ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അല്ലു അർജുൻ ഡബിൾ റോളാന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പോൾ രണ്ടാൾക്കാർക്കും ഇവരൊക്കെ ആയിരിക്കും നായികയായി എത്തുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞതിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ പടമാണ്. മിന്നൽ മുരളിന്റെ യൂണിവേഴ്സിൽ വരുന്ന ഒരു പടം. എന്തായാലും ഇതിൽ ഇൻട്രൊഡ്യൂസിംഗ് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ടീച്ചർ നല്ല ടീച്ചറായിട്ടാണ് തോന്നി. യൂട്യൂബിൽ ട്രെൻഡിങ്ങിലൊക്കെയാണ്, കാണാത്തതിനെയും കണ്ടുപോക്കുക. പിന്നെ മറ്റൊരു ബസൂക്ക എന്ന് പറഞ്ഞതിന്റെ ഓസ്ട്രേലിയത്തെ ന്യൂസിലൻഡത്തെയും തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അതേമാതിരി ജർമ്മനിയിലത്തെ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ 3 days to go പോസ്റ്റർ വന്നിരുന്നു. ഇതിൽ ഹക്കീം ഷാജഹാന്റെ പേര് സണ്ണി വർഗീസ് എന്നുള്ളതാണെന്ന് അറിയിച്ചുകൊണ്ടാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ കേരളത്തിൽ ബുക്കിംഗ് ഒക്കെ 12 മണി മുതലാണ് തുടങ്ങിയത്. തുടങ്ങിയ ശേഷം എല്ലായിടത്തും ഇപ്പോഴും ഓപ്പൺ ആയിട്ടൊന്നുമില്ല. എന്തായാലും 34.50 ലക്ഷമാണ് ഇതുവരെ നേടിയിട്ടുള്ളത് ഫസ്റ്റ് ഡേയിൽ അഡ്വാൻസ് സെയിലിലൂടെ. വലിയ കളക്ഷൻ ഒന്നല്ല കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ചിലയിടത്തൊക്കെ ഓപ്പൺ ആവാനുണ്ട്. പിന്നെ റെഡി ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പിന്നെ ദുൽഖർ സൽമാന്റെ ഞാൻ മലയാളത്തിൽ വരാൻ പോണ പടമാണ് ഐ എം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആസിദായിട്ട് എടുക്കുന്ന പടം. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ 22 തുടങ്ങുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടങ്ങട്ടെ, വരട്ടെ, ഗംഭീരാവട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ വിളിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.